ഓൾറെഡി എല്ലാവരും റെഡി ആയിട്ട് തന്നെയാണ് നിന്നിരുന്നത്. സോ അവർക്ക് ഓൾറെഡി അവർക്കറിയാം ഈ പറയുന്നത് പോലെ ടർഫ് ഉടനെ തന്നെ സ്റ്റാർട്ടാവുമെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ അവർ റെഡി ആയിരുന്നു എന്ന് തോന്നുന്നു. അപ്പം വേറെ കാര്യം ഉണ്ടായിരുന്നു ബ്രോ, BHൻ്റെ കുറച്ച് ലിവറി ആഡ് ആവാനുണ്ട്. അത് ആഡ് ചെയ്യാൻ മറന്നല്ലേ? ഓക്കെ, ആഡ് ചെയ്യാം. അത് ആഡ് ചെയ്യണം. എന്നിട്ട് ആ അപ്ഡേറ്റഡ് വെഹിക്കിൾസ് ഇതിലോട്ട് മാറ്റണം. മാറ്റിയിട്ട് അത് കോൺഫിഗർ ആഡ് ചെയ്ത് കൊടുക്കണം. ഇത് ഞാൻ മറ്റേ എക്സലിൽ അപ്ഡേറ്റ് ചെയ്യാം. നിങ്ങൾ ചെയ്തിട്ട് കംപ്ലീറ്റ് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ. യാ, അപ്പോൾ നമ്മൾ കാണുന്നത് KVA വേഴ്സസ് XT ആണ് ഇന്നത്തെ ടർഫ്. ഡേവിസ് ആണ് ടർഫ്. ഓൾറെഡി ടർഫ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഇനി 32 മിനിറ്റാണ് ബാക്കിയുള്ളത്. KVA അവിടുത്തെ ഒരു നല്ലൊരു സ്പ്രേ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. അവരുടെ പ്ലേയേഴ്സ്, XTയുടെ പ്ലേയേഴ്സ് ആ ഒരു ഏരിയയിൽ എവിടെ എത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു. യെസ്, ഈ ഒരു ഏരിയയിൽ XTയുടെ ഒരു വണ്ടി എത്തിയിട്ടുണ്ട്. ഇതെന്താ? ഓക്കെ, അൾട്രോൺ വാർഡോസ് ഒരാളെ ഉള്ളോടി. എക്സാമ്പിൾ ജോബ് സെല്ലാക്കാൻ പറ്റുമ്പോ വെഹിക്കിൾ റോബാക്കി ആള് ക്രാഷ് 6 കാറുണ്ടോ XTക്ക്? ജോബ് എടുത്ത് വെറുതെ ആവൂല്ലേ? ഗെറ്റ് ഹെൽപ്പ് അടിച്ചപ്പോ അതൊരു RP ആയിട്ട് കാണാനാണ് പറയുന്നത്. അപ്പൊ നമ്മൾ ജോലി ചെയ്ത് അതൊന്ന് സെറ്റാക്കുമോ പ്ലീസ്? ഷുവർ ബ്രോ, ഞാൻ വിസിറ്റ് എന്നിട്ട് നേരെ സംസാരിക്കാം ബ്രോ. ഇതെനിക്കൊന്ന് DM ഇട്ടിരുന്ന ഡിസ്കോഡിൽ. ഹലോ, ആണോ? ചെക്ക്. ഓ ഓക്കെ, ഓൾറെഡി ഇവിടുന്ന് കണ്ണന്മാരാറും. എടാ, നിങ്ങൾ എത്ര വണ്ടി ഉപയോഗിക്കുന്നുണ്ട്? ഹലോ 5 വണ്ടിയല്ലേ ഉപയോഗിക്കുന്നുള്ളൂ? അടിക്കുമല്ലേ? ഓക്കെ, അവരോട് പറഞ്ഞിട്ടുണ്ട്. അവരപ്പോൾ ഉള്ളത് ഫിക്സ് ചെയ്യട്ടെ. നമുക്ക് ബാക്കി പരിപാടിയിലോട്ട് കിടക്കാം. ഇവിടെ 1 2 3 4 എവിടുന്ന് കയറുന്നു? ഞാൻ 5 വണ്ടിയിൽ എടുത്ത് കൊടുത്തുള്ളൂ. 6 വണ്ടി എടുത്ത് കൊടുത്തോ? ഇല്ലല്ലോ, എനിക്ക് തന്നെ കൺഫ്യൂസ് ആയിപ്പോയി. XT എവിടെയോ ഉണ്ട്. ഓക്കെ, XTയുടെ പ്ലേയേഴ്സിനെ അവർ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. അൾട്രോൺ റോസിനെയും അതേപോലെ തന്നെ കണ്ണന്മാരാറിനെയും ഡെവിൻ കാർലോസ് അവിടെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ XTയുടെ ഒരു വണ്ടി റൊട്ടേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. ഹോക്കി ആ ഒരു ആംഗിളിൽ നിന്ന് നല്ലൊരു സ്പ്രേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അൾട്രോൺ റോസ് ആൻഡ് കണ്ണന്മാരാർ കാർലോ ഇവരെ സ്പോട്ട് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഈ ഒരു ആംഗിൾ പുള്ളിക്ക് വണ്ടി ഇരുന്നതിനെ കാണാൻ സാധിക്കും, ആ പ്ലേയേഴ്സിനെ. ഓക്കെ, ഇവിടാണ് ഈ സ്പ്രേ ഒക്കെ നടക്കുന്നത്. XTയുടെ വണ്ടികൾ ഇവിടെ സ്റ്റിൽ പിറ്റിംഗ് ആണ്. അവരുടെ ഒരു വണ്ടി അവർ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, ആ ഒരു വണ്ടി ഡീവ് മേടിച്ചിട്ടുണ്ടെന്ന്. അവരുടെ എക്സ്ട്രാ വണ്ടി അവിടെ ക്ലിയർ ചെയ്തിട്ടുണ്ട്. 1 2 3 4 കൺഫ്യൂഷൻ ആണല്ലോ. 1 2 ഇതാരാ ഓടിക്കുന്നത്? ഹംസ കഴിക്കുഞ്ചി. XT ലായ്ക്ക് ചെയ്ത് ജോഷി. അവിടെ 2 വണ്ടിയുണ്ട്. ഇവിടെ പോകുന്നത് ജോണിയുടെ ഒപ്പം കോഴഞ്ചേരി ഉണ്ണിക്കുട്ടൻ. അപ്പോൾ പിന്നെ സ്നേഹമായി സ്പാമിംഗ് ലിസ്റ്റ് അബൌട്ട്. ഓക്കെ, ഇവിടെ ഹോക്കിയുടെ വക നല്ലൊരു സ്പ്രേ. ഇവരുടെ നമ്മുടെ കോഴഞ്ചേരി ഉണ്ണിക്കുട്ടൻ്റെ, കോഴഞ്ചേരി എന്നാൽ കോച്ചേരി എന്നായിരിക്കും കേട്ടോ. കോച്ചേരി ഉണ്ണിക്കുട്ടൻ്റെ ആണ് സ്പ്രേ കിട്ടിയിരിക്കുന്നത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ. അതേപോലെ തന്നെ നമ്മൾ ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ KVയുടെ വണ്ടികളെല്ലാം അവർ റൊട്ടേഷനിലാണ്, അവരാരും അടുപ്പിച്ചിട്ടില്ല. ഇവിടെ നമ്മുടെ XTയുടെ വണ്ടികൾ ഇവിടെ ഇപ്പോഴും സ്റ്റിൽ ലെഗസി അവിടെ പിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവരുടെ വണ്ടികളെ. ഒന്ന് 2 3 ഹിറ്റ്മാൻ അവിടെ കോച്ചേരി ഉണ്ണിക്കുട്ടനെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്.
4, 5 അല്ലേ? 5 വണ്ടി ഇല്ലേ അപ്പം? ഓക്കെ, എക്സ്ട്രീ എല്ലാ ആംഗിളിൽ നിന്നും അറ്റാക്ക് ചെയ്യാനുള്ള ഒരു പരിപാടി തന്നു. കോച്ചേരി ഉണ്ണിക്കുട്ടൻ്റെ വണ്ടി 1. ഓ, ലോങ് സ്പ്രേ ഫോർ ദിസ് ജോണി ഡെപ്പിൻ്റെ വണ്ടി 2. പിന്നെ ട്രിഗി വേക്സിൻ്റെ 3, ജോഷിയുടെ വണ്ടി 4. ഈ വണ്ടിയിൽ നല്ലൊരു സ്പ്രേ വരുന്നുണ്ട് അവർക്ക്. ഹംസക്കഴിക്കുഞ്ഞിയുടെ 5. ഓക്കെ, ഇപ്പം റെഡിയായി. ഓക്കെ, അപ്പോൾ XT എല്ലാവരും ഈ ഒരു ഏരിയയിലോട്ട് വീണ്ടും വന്നിട്ടുണ്ട്. അവർക്ക് നല്ല സ്പ്രേ വന്ന് അവരുടെ ടയറെല്ലാം അവർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അവർ റിപ്പയർ ചെയ്യാൻ വേണ്ടി പൊയ്ക്കൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ട്രിഗി വിക്സാസ് ആ വണ്ടി ഉപേക്ഷിച്ചിരിക്കുകയാണെന്ന് തോന്നുന്നു. 4 ടയർ നഷ്ടപ്പെട്ടത് കൊണ്ട് തന്നെ. ഹംസ കഴിക്കുഞ്ചിയുടെ വണ്ടി അവിടെ ഡെവിൻ കാർലോസ് പിറ്റ് ചെയ്ത് അതിൻ്റെ കാര്യത്തിലൊരു തീരുമാനമാകുമെന്ന് തോന്നുന്നു. ലെഗസി ആ വണ്ടീനെ പിറ്റ് ചെയ്യുന്നുണ്ട്. അവരുടെ ജോഷി ആൻഡ് ലൈക്ക് സായിദ് അവിടെ ലെഗസിനെ പിറ്റ് ചെയ്യാനുള്ള ട്രയലാണെന്ന് തോന്നുന്നു. ഓക്കെ, ഇപ്പുറത്തെ സൈഡിൽ നിന്ന് പിക്ക് ചെയ്യാനുള്ള കോളാണെന്ന് തോന്നുന്നു അവർ കൊടുക്കുന്നത്. പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു അവിടെ ചെന്നിരിക്കുന്നത്. കോച്ചേരി ഉണ്ണിക്കുട്ടൻ ലെഗസീനെ ഡൈവേർട്ട് ചെയ്ത സമയം കൊണ്ട് നമ്മുടെ കഴിക്കുഞ്ചിനെ പിക്ക് ചെയ്തിട്ടുണ്ട്. അല്ല, ട്രിക്കി വിയാക്സ് എന്താ വിക്സാസ്, എന്തൊക്കെ പേരുകളല്ലേ. നെക്സ്റ്റ് കോൺട്രവേഴ്സി സ്റ്റാർട്ടഡ് ഒരിടം തീർത്തതേ ഉള്ളൂ. ജഡേ എടോ, കഞ്ഞിക്കുഴി എന്നാണല്ലോ, കഴിക്കുഞ്ചി എന്നല്ലല്ലേ? ഓക്കെ, ജോഡി ഇട്ടപ്പോ ഓക്കെ ആയി. കഞ്ഞിക്കുഴി എന്നായിരുന്നല്ലേ? കഞ്ഞിക്കുഴി ശരിയാന്നല്ലോ, ഹംസ കഞ്ഞിക്കുഴി. ഇപ്പൊ ശരിയായി കേട്ടോ. ട്രിഗി അതെന്തുവാ ഇത്? വിഴിഞ്ഞല്ലോ വായിക്കും. വിക്സാസ്. ഓക്കെ, നമ്മുടെ കോച്ചേരി ഉണ്ണിക്കുട്ടൻ്റെ വണ്ടി പിറ്റ് ചെയ്ത ലെഗസി മറിച്ചിട്ടുണ്ട്. കോച്ചേരിയുടെ 4 ടയറും നഷ്ടപ്പെട്ടിരിക്കുകയാണ് കോച്ചേരിക്ക്. അതേസമയം നമ്മുടെ ലൈക്ക് സായിദിൻ്റെയും അതുപോലെ ജോഷി JYയുടെയും വണ്ടി അത് ചേസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. കറൻ്റ്ലി നമ്മൾ നോക്കുവാണെങ്കിൽ XTയുടെ എല്ലാ വണ്ടികളുടെയും ടയറ് തീർന്നിട്ടുണ്ട് ലിറ്ററലി. യഗേഷ് മോശം മിസ്റ്റർ ലൈവ് ഗെയിമർ ബൈറ്റി, വെൽക്കം ടു ദ സ്ട്രീം. ആദ്യത്തെ സോൺ അങ്ങനെ ഷിഫ്റ്റ് ആയിരിക്കുകയാണ്. ആദ്യത്തെ ഒരു സോൺ ഷിഫ്റ്റ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ആദ്യത്തെ സോണ് ഷിഫ്റ്റ് ആയിട്ടുണ്ട്. ബട്ട് XTക്ക് ഇനിയും സോണിൽ കയറാൻ സാധിച്ചിട്ടില്ല. അവർ 2 പ്ലേസ് ഇവിടെ ഉണ്ടായിരുന്നു. 2 പ്ലേസ് ഇപ്പോഴും ആ ഒരു ഏരിയ അവർ ഹോൾഡ് ചെയ്യുകയാണെന്ന് തോന്നുന്നു, ഒരു സർപ്രൈസ് അറ്റാക്കിന് വേണ്ടി. ബട്ട് ഡെവിൻ കാർലോസ് ഓൾറെഡി അവരെ സ്പോട്ട് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. യെസ്, ഓൾറെഡി അവർ സ്പോട്ടഡ് ആണ്. അതേപോലെ ഈ ഒരു ഏരിയ വഴി പോകുമ്പോൾ ഇവരുടെ എനിക്ക് നെക്സ്റ്റ് ഈ പ്ലാൻ ചെയ്ത് വന്നൊരു സർപ്രൈസ് അറ്റാക്കാണ്. ബട്ട് ആ സർപ്രൈസ് അറ്റാക്ക് ഓൾറെഡി നഷ്ടപ്പെട്ടിട്ടുണ്ട്. അയ്യോ, അൾട്രോണിന്റെ വക നല്ല കിടിലൻ ഒരു സ്പ്രേ. കോച്ചേരി ഉണ്ണിക്കുട്ടൻ കണ്ണന്മാരാർ അവിടെ വണ്ടിയിൽ കയറാൻ ശ്രമിച്ചാൽ വീഡിയോമാകാനുള്ള ചാൻസ് വളരെ അധികമാണ്. ബട്ട് ലെഗസി അവിടെ ബുദ്ധിപൂർവ്വം പിറ്റ് ചെയ്യാതെ ആൾ കയറിയതിനു ശേഷം പിറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അവരുടെ ഒരു വണ്ടി 4 പേരടങ്ങുന്ന ഒരു വണ്ടിയാണത്. 4 ടയർ നഷ്ടപ്പെട്ട വണ്ടിയാണ്. ബട്ട് അതിൽ നിന്നും ആരെയും പിക്കപ്പ് ചെയ്യാൻ KVക്ക് സാധിച്ചില്ല. ആ കൊടുത്തൊരു പുഷിൽ ആ ഒരു വണ്ടി ആ ഒരു ഏരിയ ക്ലിയർ ചെയ്തിട്ടുണ്ട്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ KV അപ്പേലെ പാറ്റോ ഹോക്കി, അതേപോലെ തന്നെ യഹിയ സിദ്ധു, കൊക്കു, സാത്താൻ, അൾട്രോൺ. ഇവിടെ നമ്മൾ നോക്കിയാൽ ലിയോൾ പ്രിൻസ് ആൻഡ് കക്കാഷി. വണ്ടിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഹിറ്റ്മാൻ കാർലോ ആൻഡ് ലെഗസീനെ നമുക്ക് കാണാൻ സാധിക്കും.
ഇവിടെ ഒരു സ്പ്രേ ചെയ്യുന്നുണ്ട്, എവിടെയാണെന്ന് മാത്രം മനസ്സിലാകുന്നില്ല. ഇവിടെ ആയിരുന്നു. ഓക്കെ, ആ ഒരു വണ്ടി ആ ഒരു ഫുൾ റൊട്ടേഷൻ എടുത്ത് ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മുടെ കഞ്ഞിക്കുഴിയുടെയും കഞ്ഞിക്കുഴിയല്ല, ഇത് കണ്ണൻ മാരാറിൻ്റെയും കോച്ചേരിയുടെയും വണ്ടിയാണത്. കണ്ണൻ മാരാറിൻ്റെ കോച്ചേരി പിക്ക് ചെയ്ത് ഈ ഒരു ആംഗിളോട് എത്തിയിട്ടുണ്ട്. ബട്ട് ഓൾറെഡി ഹിറ്റ്മാൻ ആ ഏരിയയിൽ അവരെ സ്പോട്ട് ചെയ്തിരിക്കുകയാണ്. സോ അവിടെ നിന്നൊരു സർപ്രൈസ് അറ്റാക്ക് അവർക്ക് നടക്കില്ല. അവർ 4 ടയറും പോയി എന്ന് അവർ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു. സോ എവിടെയെങ്കിലും റിപ്പയർ ചെയ്യാൻ അവർ പോകേണ്ടതാണ്. പക്ഷേ ടൈം ഓൾസോ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇനിയൊരു സോൺ ഷിഫ്റ്റും കൂടെ വന്നു കഴിഞ്ഞാൽ അവർക്ക് എൻട്രി വളരെ കഠിനമാകാൻ പോവുകയാണ്. അതെങ്ങനെ എൻ്റെ മണ്ടിക്കൂടെ വന്ന് അൾട്രോൺ വാർഡോസ്. ഓക്കെ, അതിനും നല്ല ഒരു സ്പ്രേ കിട്ടി. അവരവിടുന്ന് ആ ഒരു ഏരിയയിൽ മാറിയിട്ടുണ്ട്. ഇവിടെ കോച്ചറിയുടെ വണ്ടിക്ക് നല്ല ഫിറ്റിംഗ് വരുന്നുണ്ട്. ഈ മെഗാമാളിൻ്റെ മുകളിലും കൂടെ ഞാൻ സോൺ പെർമിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുന്ന് ഇനിയും മറുപടി വെക്കത്തില്ലേ? ലാഗ് ചെയ്ത അൾട്രോൺ വാർഡോസ്. ഓക്കെ, വണ്ടിയിൽ മാറി കയറുകയാണെന്ന് തോന്നുന്നു. ഫ്യൂല് തീർന്നെന്ന് തോന്നുന്നു. എല്ലായിടത്തും വെടി പൊട്ടുന്നുണ്ടല്ലോ. യൂസ് ചെയ്യാൻ പറ്റില്ലടാ ടർഫില്. പറ്റില്ലേ? ഇല്ല പറ്റില്ല. തനത്തനത്തൻ റിപ്പയർ സ്റ്റേഷനിൽ ചെന്ന് റിപ്പയർ തനത്തനത്തൻ. തനത്തനത്തൻ ഏതല്ല ടയർ പോയിട്ടുണ്ടായുള്ളൂ. ആരല്ലേ ഇപ്പൊ 4 പോയില്ലേ? ഓക്കെ, അവർക്ക് ടർഫില് ആദ്യമായിട്ട് കളിക്കുകയാണെന്ന് തോന്നുന്നു. അവരുടെ റിപ്പയർ ചെയ്യാൻ പാടില്ല, അവർക്ക് അറിയത്തില്ല എന്ന് തോന്നുന്നു. അവരെന്തായാലും റിപ്പയർ ഉപയോഗിച്ചിട്ടുണ്ട്. സോ ടയറുകൾ അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അവർ പുതിയതായിട്ടാണ് ടർഫ് കളിക്കുന്നത്. സോ അവർക്ക് ആ കാര്യം അറിയത്തില്ല ഗൈസ്. അത് വിട്ടുകൊടുക്കുക. പോട്ടെ, പാവങ്ങളല്ലേ. ഇത്ര 4 മണിക്ക് ലോലൻ്റെ ലൈവിൽ കണ്ടായിരുന്നല്ലേ? ഓക്കെ, നമുക്ക് വേറെ ഒരു സൈഡിൽ നിന്നും വേറെ എക്സ്ട്രാ എൻട്രീസ് ഒന്നും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ. ഓക്കെ, എക്സി എല്ലാവരും പോയോ? ഫോൾ ബാക്ക് ചെയ്തു. എടാ ഇവിടാണോ? ഓക്കെ, ഇവിടെ എക്സിയുടെ വണ്ടികൾ രണ്ടും ഇല്ല. KVA ലെഗസീനെ അവരവിടെ ലോക്ക് ചെയ്തിരിക്കുകയാണ്. ഒരു വണ്ടി വെച്ചിട്ട് ലെഗസീനെ അവർക്കവിടെ പിടിച്ചിടാൻ സാധിച്ചിരിക്കുകയാണ്. അവരുടെ 3 പേരടങ്ങുന്ന മറ്റേ വണ്ടി അവിടെ ലോക്കായിട്ടുണ്ട്. സോ എന്താണ് ചെയ്യാൻ പോകുന്നത് ലെഗസീനെ? ഓക്കെ, അത് പിടിച്ചു വെച്ചിരുന്നതല്ല, ഇവര് പിടിക്കപ്പെട്ടതാണ്. വണ്ടി സ്റ്റക്കായിട്ട് വണ്ടിയിൽ പോകാം. ഓക്കെ, അവര് റിവേഴ്സ് ഇറങ്ങിയിട്ടുണ്ട്. ഓക്കെ, ലെഗസീനെ പിടിച്ചിരുത്തിയതിന് ലെഗസിക്ക് ഈഗോ പൊട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. ലെഗസി വിടുന്നില്ല. അവനെ ചേസ് ചെയ്ത് തന്നെ ലെഗസി അവൻ്റെ പുറകിൽ പൊക്കോണ്ടിരിക്കുകയാണ്. നീ എന്നെ ലോക്ക് ചെയ്തല്ലടാ മാറി എന്ന് ചോദിച്ചോണ്ട്. എങ്കിൽ ഇന്ന് ഇരിക്കട്ടെ നിനക്കൊരു മീറ്റിംഗ്. ഇനി നീ കുറച്ച് നേരം അവിടെ ഇരിക്കുന്നു പറഞ്ഞ് ലെഗസിയുടെ വക ഒരു ലോക്ക് കാണാൻ സാധിക്കുമോ? ഇല്ല, ലെഗസിക്ക് അവനെ മിസ്സായി. പക്ഷെ വിടുന്നില്ല. ലെഗസി അവൻ്റെ പുറകിൽ തന്നെയാണ്. വേറെ ആരെ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ലെഗസി അവൻ്റെ പുറകിൽ തന്നെ വെച്ച് പിടിച്ചോണ്ടിരിക്കുകയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ദിസ് ഈസ് മെൻ ഈഗോ. ആടുകളുടെ ഈഗോയിൽ തൊട്ട് കഴിഞ്ഞാൽ അത് വളരെ ഡേഞ്ചറസ്. ഓക്കെ, ലെഗസി വേണ്ട. ലെഗസിയുടെ മെൻ ഈഗോ അവന് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ആ ആംഗിളിൽ നിന്ന് ലെഗസി വിട്ടുകൊടുത്തിരിക്കുകയാണ്. പോട്ടെ, നീ രക്ഷപ്പെട്ടു പോ എന്ന് പറഞ്ഞുകൊണ്ട് ലെഗസി അവനെ ഒഴിവാക്കി. അങ്ങനെ ചെയ്യുന്നതല്ലല്ലോ. ഓക്കെ, ലെഗസി
ഓക്കെ ലെഗസി വീണ്ടും പിറ്റിംഗ് ആയിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ലെഗസിക്ക് കൺഫ്യൂഷനായി ഏത് വണ്ടിയായിരുന്നു ലോക്ക് ചെയ്തതെന്നുള്ളത്. എല്ലാം വെള്ളക്കളറിയിരിക്കുന്നത് ആരാത് മനസ്സിലാകുന്നില്ലല്ലോ അല്ലേ ഇത്. ഓക്കെ വീണ്ടും അവിടെ ലെഗസി ഒറ്റയ്ക്ക് ആ 3 വണ്ടികളെ പിറ്റ് ചെയ്ത് ഡിസ്ട്രാക്ട് ചെയ്യുകയാണ്. അതേസമയം തന്നെ ഇവിടെ സോൺ ഷിഫ്റ്റ് അടുത്തത് എങ്ങോട്ടാണ് എന്നുള്ളത് വന്നിട്ടുണ്ട്. അടുത്തൊരു സോൺ ഷിഫ്റ്റ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ്. വാവ് കൊള്ളാമല്ലോ. ഇത് പുതിയൊരു വെറൈറ്റി സാധനമാണല്ലോ. ഇതുവരെ ഇങ്ങനൊരു സോൺ ഷിഫ്റ്റ് നമ്മൾ കണ്ടിട്ടില്ല. ബട്ട് അത് കൊള്ളാം. ഇത് എഡ്ജിലോട്ടൊന്നുമല്ലേ, പ്രോപ്പർ സെൻട്രൽ സോൺ ഒന്നല്ലോ നമുക്ക്. ഈ ഒരു ഏരിയയിലോട്ട് സോണ് ചുരുങ്ങിയിരിക്കുകയാണ്. ഓക്കെ കോച്ചേരി അവരെല്ലാം ബൈ ഫുഡ് ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. വീഡിയോ ആവാതെ ശ്രദ്ധിച്ചാൽ കൊള്ളാം, നല്ലതായിരുന്നു. അവർ ഈ ഒരു ആംഗിളിൽ നിന്നൊരു പുഷാണ് ഉദ്ദേശിക്കുന്നതെന്ന് തോന്നുന്നു. അവരെന്താണ് ചെയ്യാൻ പോകുന്നത് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. അവരുടെ എക്സ്ട്രീയിലെ മിക്ക മെമ്പേഴ്സും ഇവിടെ ബൈ ഫുഡ് ഇറങ്ങി നിൽപ്പുണ്ട്. ഇവിടുന്ന് ഒരു അറ്റാക്കിങ് അവർ നമുക്ക് പ്രതീക്ഷിക്കാം. അതേസമയം ലെഗസിയുടെ വണ്ടി അവരെ സ്പോട്ട് ചെയ്ത് അവിടെ ബാക്കിയുള്ള 2 വണ്ടികളെ പിറ്റ് ചെയ്ത് ഡിസ്ട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോൺ ഓൾറെഡി ഷിഫ്റ്റ് ആയിരിക്കുന്നു. ഓക്കെ അവിടെ അങ്ങനെ സോൺ ഓൾറെഡി ഷിഫ്റ്റ് ആയി കഴിഞ്ഞു. സോ ഇതാണ് ഇപ്പോൾ കറണ്ട് സോൺ. ലിയോ പ്രിൻസ് ഈ ഒരു ബിൽഡിങ്ങിൻ്റെ മണ്ടയ്ക്ക് ലിയോ പ്രിൻസ് ഇരിപ്പുണ്ട്. ഇവിടെ കുറച്ച് പേര് ഇരിപ്പുണ്ട്. അതുപോലെ ബാക്കിയുള്ള ഏരിയകളിൽ സ്പ്ലിറ്റായിട്ട് അവർ ഇരിപ്പുണ്ട്. അൾട്രോൺ ഈ ഒരു ബിൽഡിങ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് കറൻ്റ്ലി. എഹിയ അതേപോലെ ഹോക്കി ആൻഡ് അപ്പലെ പാറ്റോ ഈ ഒരു ആംഗിളിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. കോച്ചേരി ബൈ ഫുഡ് വന്ന് കോച്ചേരിനെ അവർ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. നല്ലൊരു ടാഗ് കോച്ചേരിക്ക് കിട്ടുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് കൂടെ നല്ല കിട്ടുകയാണ് കോച്ചേരിക്ക്. കോച്ചേരി അതിൻ്റെ പുറകിൽ കവർ ഉണ്ടെന്നാണ് കരുതുന്നത്. ബട്ട് അവിടെ കവർ വളരെ കുറവാണ്. ഇപ്പുറത്തെ കണ്ണന്മാരാർ അതേപോലെ ജോണി ഡെപ്പ് ആ ഒരു ആംഗിളിലുണ്ട്. അവർ 3 പേർ കോച്ചേരിനെ സ്പോട്ട് ചെയ്തു. കോച്ചേരിനെ ഒരുമിച്ചാണ് അവർ അടിയത്. ഓൻ്റെ അമ്മോ, തലനാരിറക്കി കോച്ചേരി ആ അടിയിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട്. 4 പേരുടെ കയ്യിൽ നിന്നാണ് 1 സെക്കൻഡിന് കോച്ചേരി രക്ഷപ്പെട്ട് അവിടെ ഓടിയിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഓടാൻ പോകുന്നത് ഓപ്പണിലാണ്. നല്ലൊരു അടി വരാൻ നല്ല ചാൻസ് ഉണ്ട്. ഓക്കെ നല്ല രീതിയിൽ പുറപ്പെടുന്നുകൊണ്ടാണ് കോച്ചേരി ഓടിക്കൊണ്ടിരിക്കുന്നത്. ഓടുന്ന കൂട്ടത്തിൽ കോച്ചേരി അന്യായം മറിഞ്ഞു വീണു. എങ്ങനെ അതെങ്ങനെ കോച്ചേരി മറിഞ്ഞു വീണു അവിടെ? പക്ഷെ കോച്ചേരി അവിടെ നിന്നും രക്ഷപ്പെട്ടിരിക്കുകയാണ്. ഇത് എന്ത് തന്നെയാണ് മറിഞ്ഞു വീട്? കോച്ചേരി അവിടെ നിന്നും എന്താ പറയുക മാസ്മരികമായി രക്ഷപ്പെട്ടിരിക്കുകയാണ്. കോച്ചേരി സേഫായിട്ട് അവരുടെ വേറൊരു ആംഗിൾ വഴി റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. ബട്ട് എല്ലാവരും ബൈ ഫുഡിലാണ് റൊട്ടേറ്റ് ചെയ്തത്. KVയുടെ പ്ലേയേഴ്സ് ഓൾറെഡി അത് സ്പോട്ടഡ് ആണ്. സോ ഈ റൊട്ടേഷൻ KVയെ സ്പോട്ട് ചെയ്യുമോ? ഓക്കെ സ്പോട്ട് ചെയ്തു. KVയെ ഓൾറെഡി ആ ഒരു ആംഗിളും സ്പോട്ട് ചെയ്തിട്ടുണ്ട്. സോ അവരെങ്ങനെയാണ് കയറാൻ പോകുന്നത്? നമ്മുടെ ജോണി ഡെപ്പാണ് IGL തോന്നുന്നു. ജോണി ഡെപ്പാണ് അവരുടെ IGL എന്ന് നമുക്ക് തോന്നുന്നു. ഓക്കെ ഇവര് ബൈ ഫുഡ് വീണ്ടും ഇവിടുന്ന് റൊട്ടേറ്റ് ചെയ്യാണ്. ഓ കടുവ പ്രസാദിന് നല്ലൊരു ടാഗ് ഹീൽ ചെയ്തോണ്ടാണ് കടുവ പ്രസാദ് ഓടിയത്. തലനാര രക്ഷപ്പെടും. അപ്പോളോ കിങ്ങും നല്ലൊരു ടാഗ് വീണ്ടും ആ ഒരു ഹീല് കിട്ടിയത് കൊണ്ട് തന്നെ അപ്പോളോ കിങ്ങും അവിടുന്ന് മാസ്മരികമായി രക്ഷപ്പെട്ടിരിക്കുകയാണ്. അപ്പോളോ കിങ്ങും അതേപോലെ തന്നെ നമ്മുടെ കടുവ പ്രസാദും മാസ്മരികമായി ഹീൽ ചെയ്ത് രക്ഷപ്പെട്ടു. അടുത്ത ആൾക്കാർക്ക് നല്ലൊരു ഇത് വരുന്നുണ്ട്. ഓൾറെഡി ആർമർ ഉള്ളതുകൊണ്ട് റീലോഡ് സ്കിൻ അടിച്ചാണ് അവർ ഓടുന്നതെന്ന് തോന്നുന്നു. ജോഷിക്ക് നല്ല ടാഗ് വരുന്നുണ്ട്. ജോഷിയും ആ ഒരു ആംഗിൾ റൊട്ടേറ്റ് ചെയ്ത് എടുക്കാൻ സാധിച്ചിട്ടുണ്ട്. നമ്മുടെ ജോഡിയുടെ ഇപ്പം അവിടെ അയ്യോ എനിക്ക് കിട്ടുന്നല്ലേ. ജോണി ഡെപ്പിന് നല്ലൊരു സ്പ്രേ വരുന്നുണ്ട്. ഓക്കെ കണ്ണന്മാരാർക്ക് അയ്യോ വീണ്ടും
കണ്ണന്മാരുടെ മാസ്മരിക ഒരു ഹീലിൽ കൂടെ ജോഷിയാണ് ആദ്യത്തെ പിക്ക്. അവരുടെ അല്ല, ജോഷിയും തലനാരിറക്കി രക്ഷപ്പെടും. ഓക്കെ, ജോഷിയുടെ കാര്യത്തിൽ അങ്ങനെ തീരുമാനമായി, കണ്ണന്മാരുടെ കാര്യത്തിലും അങ്ങനെ തീരുമാനമായി. അവര് എല്ലാം ഇടിച്ച് പൊളിച്ച് കളഞ്ഞിട്ടുണ്ട്. ഇനി അവിടെ കവറൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. എക്സ്റ്റിയുടെ 2 പ്ലേയേഴ്സിനെ അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഓ, ഹംസ കഞ്ഞിക്കുഴിക്ക് നല്ലൊരു വെടി കിട്ടി. ബട്ട് ഹംസ കഞ്ഞിക്കുഴി സേഫ് ആയി. ഓ, കോച്ചേരിയാണ് സോണിന്റെ അകത്ത് കയറി ആദ്യത്തെ മെമ്പർ. ബട്ട് വട്ടത്തിൽ കേവ് എടുക്കലോട്ടായി പോയി കോച്ചേരി കയറി വന്നത്. അതുകൊണ്ട് തന്നെ കോച്ചേരി ബഗ്ഗായോ, ബഗ്ഗായി. കടുവ പ്രസാദ് ഡൗൺ. POV ബഗ് അവിടെ ഉണ്ടെന്ന് തോന്നുന്നു. ബ്ലഫ് നെക്സസിന്റെ നല്ലൊരു സ്പ്രേ. ബ്ലഫ് നെക്സസിന് ജോണി ഡെപ്പിനെ ചതിച്ചുകൊണ്ട് ബ്ലഫ് നെക്സസ് 1 HP രക്ഷപ്പെട്ടിരിക്കുകയാണ്. ബട്ട് ജോണി ഡെപ്പ് അവിടെ ഡൗൺ ആയിരിക്കുകയായിരുന്നു. XT അപ്പോളോ അതുവഴി കയറാൻ ഉള്ള ചാൻസ്. ഇത് വലിയ മതിലൊന്നുമില്ല, ചെറിയ മതിലാ, തല കാണാൻ പറ്റും. ഓ, ലെഗസി ആ ഒരു സോണിന്റെ ചെറിയൊരു എഡ്ജിൽ നിന്ന് സ്പ്രേ ചെയ്തു. അൾട്രോൺ അവിടെ ബ്ലഫ് നെക്സസ് സ്പോട്ട് ചെയ്തില്ലെന്ന് തോന്നുന്നു. നിങ്ങൾ ഫയലാണ്. ഞാൻ ഡിക്കിനോട് ചാരി എഴുതിയത് നിങ്ങൾ ഫയലാണ്. കടുവ ഓ, സാത്താനെ പിക്ക് ഓഫ് ചെയ്തു. നമ്മുടെ എക്സിയുടെ 2 മെമ്പേഴ്സ് ഈ ഒരു ആംഗിൾ റൊട്ടേറ്റ് ചെയ്തെന്ന് കയറി സാത്താനെ അവിടെ പിക്ക് ഓഫ് ചെയ്തിട്ടുണ്ട്. കാർലോയ്ക്ക് നല്ലൊരു ടാഗ് കിട്ടി. അവരുടെ ഇവിടെയുള്ള പ്ലേയേഴ്സിനെ അവർ വിട്ടുപോയെന്ന് തോന്നുന്നു. ഓക്കെ, ജോണി ഡെപ്പ് XT ബ്ലഫ് നെക്സസ് ഡൗൺ. ലായ്ക്കിനെ അവർ സ്പോട്ട് ചെയ്തിട്ടില്ല. സിദ്ധു കൊച്ചുകുഞ്ഞും ആ ഒരു ആംഗിൾ ഹോൾഡ് ചെയ്യണമെന്ന് തോന്നുന്നു. ലായ്ക്കിന് എല്ലാ സൈഡിൽ അടി വരുന്നുണ്ട്. ലായ്ക്ക് ഡൗൺ ആയിരിക്കുകയാണ്. ഓ, അപ്പോളോ കിങ് അകത്ത് കയറിയിട്ടുണ്ട്. അപ്പോളോ കിങ് ഡൗൺ. അപ്പോളോ പാറ്റോയ്ക്ക് അപ്പോളോ കിങ്ങിനെ പിക്ക് ചെയ്യാൻ സാധിച്ചു. അത് പൊക്കോളും. അതുകൊണ്ട് ഇന്നല്ലേ ഇതെന്താ പോവാത്തേ? ഇത്രയും ഡിലേ ഉണ്ടല്ലേ? ഓക്കെ, XTയുടെ അവസാന 2 മെമ്പേഴ്സ് ബാക്കി നിൽക്കെ KVA വേഴ്സസ് XT. നല്ലൊരു സ്പ്രേ കക്കാശിയുടെ വണ്ടിയിൽ. ഇവിടെ ഒരു പുഷ് ചെയ്ത് ഡൗൺ ആവാനുള്ള ചാൻസ് ഞാൻ വളരെയധികം കാണുന്നുണ്ട്. ലെഗസി ഈ ഒരു വണ്ടിയുടെ ഇടയ്ക്ക് എത്തിയിരിക്കുകയാണ്. മെല്ലെ മെല്ലെ അവിടെ പെട്രോൾ ലീക്കാകുന്നത് ലെഗസി അറിഞ്ഞില്ലെന്ന് തോന്നുന്നു. ഓക്കെ, മുകളിൽ നിന്നും താഴോട്ട് അവർ ചാടിക്കോളാമെന്നാണ് കോൾ കൊടുത്തതെന്ന് തോന്നുന്നു. നമുക്കിപ്പോൾ നല്ലൊരു അടിയാണ്, കുറച്ച് ക്ലോസിൽ കാണാം. സിദ്ധു താഴോട്ട് ചാടി
പിക്കെടുക്കാൻ നോക്കുന്നുണ്ട്. കൊച്ചു കുഞ്ഞ് തറയിലോട്ട് വീണ്. ലെഗസി ചാടിക്കേറി, കക്കാശി ചാടിക്കേറി. അവിടെ കൊച്ചു കുഞ്ഞ് ഡൗൺ ആയിരിക്കുകയാണ്. കഞ്ഞിക്കുഴി ആൻഡ് ട്രിഗി വിക്സാസ് ഡൗണായി. അതേപോലെ കക്കാശിയുടെയും ടീം ഫയറിൽ കക്കാശിയും നിര്യാതനായിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ കില്ലീസ് അടിച്ച് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. യെസ്, യഹിയാണ് കക്കാശിനെ പിക്ക് ഓഫ് ചെയ്തിരിക്കുന്നത്. ലിയോ പ്രിൻസ് ഒരു പിക്കെടുത്തു, കക്കാശി ഒരു പിക്കെടുത്തു. ട്രിക്സി വിയാസ് അങ്ങനെ KVയുടെ കൊച്ചു കുഞ്ഞിന് പിക്ക് എടുത്തിരിക്കുകയാണ് നമ്മൾ. അതുപോലെ ട്രിക്സി വിക്സാസ് തന്നെയാണ് സാത്താനെ പിക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വെൽ പ്ലേഡ് ഗൈസ്, വെൽ പ്ലേഡ്. നല്ലൊരു കളി. ഡേവിസ് സ്റ്റോപ്പർ.